ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഒരു വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. എന്താണ് ഈ വ്യക്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് ആ വീഡിയോയ്ക്കകത്തുള്ളത്. അത് മറ്റാരുമല്ല, ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ ചില അഭിപ്രായങ്ങൾ പറയുന്നൊരു വീഡിയോ ആണ്. അതൊന്ന് വാച്ച് ചെയ്യുക. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങിവച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ നിങ്ങളെല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. പല കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെയധികം ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു കളക്ടർ എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെയും തൻ്റെ അഭിപ്രായങ്ങളെ പറഞ്ഞതിൻ്റെ പേരിൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കളക്ടറാണ്. അതുപോലെ തന്നെ അവർ ഏതൊരു ഫംഗ്ഷന് ചെന്നാലും പാട്ടുകൾ പാടുക, ഡാൻസ് ചെയ്യുക, അതുപോലെ ജനങ്ങളോടത്ര ആഴത്തിലിറങ്ങി സംസാരിക്കുക എന്നൊക്കെ ചെയ്യുന്ന നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്. നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരിയുടെ. അത് നമ്മളെല്ലാവരെയും ആകർഷിച്ച് നമ്മളൊക്കെ അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റേതായി ഇതുവരെയും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് പറയുന്നത് പുള്ളിക്കാരി ഇല്ലെങ്കിൽ ആ വ്യക്തി, ആ മേഡം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് അവരുടേതാകുന്ന മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്. പക്ഷേ അപ്രകാരം മറ്റ് ഇല്ലെങ്കിൽ
ഈ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഈ വ്യക്തിക്ക് യേശുവിനെ പറ്റി അങ്ങനെ പറയാനുള്ള അധികാരമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആർക്കും എന്തും യേശുവിനെ കുറിച്ച് പറയാം. പക്ഷെ അത് പറയുമ്പോൾ ആ വ്യക്തി ആരാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരനാകുന്ന ഒരാളോ അതുപോലെ അറിവില്ലാത്ത ഒരാൾ, ക്രിസ്തുവിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്നൊന്നുമല്ല. ഈ വ്യക്തിയെ നമ്മൾ കാണുന്ന വളരെ ആഴത്തിൽ ജ്ഞാനമുള്ള IAS എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ അവർ പറയുന്നതിന് ആധികാരികത ഉള്ള ഒരു കാര്യമാണ് അവർ പറയുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിനെ പറ്റി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എന്താണ്, അതിനൊരു തെളിവുകൾ വെക്കാനായിട്ട് പുള്ളിക്കാരിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വരുമ്പോൾ അതിന് ഉപോത്ബലകമായി വെക്കേണ്ട ചില കാര്യങ്ങളാണ് തെളിവുകളെന്ന് പറയുന്നത്. സാധാരണക്കാരമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിന് തെളിവ് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ആധികാരികമായി സംസാരിക്കുന്ന ഈ മേഡത്തെ പോലെയുള്ള സമൂഹത്തിലെല്ലാവരും അംഗീകരിക്കുന്ന ആ വ്യക്തി അത് പറയുമ്പോൾ അതിന് തെളിവുകൾ നിരത്തണം. ഈ തെളിവുകളാണ് ഞാൻ പറയുന്നതിൻ്റെ, അല്ലാതെ 3 വാദങ്ങളുണ്ട്. യേശു സ്ത്രീയാണെന്നതിന് 3 വാദങ്ങളുണ്ട്, യേശു യഹൂദനാണെന്നുള്ളതിന് 3 വാദങ്ങളുണ്ട്, യേശു കറുത്തവനാണെന്നുള്ളതിന് 3 വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ യേശു ഓസ്ട്രേലിയക്കാരനാണെന്നുള്ളത്, യേശു കാലിഫോർണിയക്കാരനുണ്ട്, യേശു അയർലൻഡുകാരനാണ് എന്നൊക്കെ പറയുന്നതിന് 3 വാദങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ വാദങ്ങൾ അതെവിടെയാണ് ആ വാദങ്ങളുള്ളത്? ഏതെങ്കിലും തിസീസിലാണ്, ഇനി ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥത്തിലാണ് അത് പറയുന്നത്? സകലവും കൂടെ സമയമെടുത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുത്ത് അവരത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നുവെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു ആധികാരികത തോന്നുന്നത്? ഇതങ്ങനെയുള്ളൊരു പാട്ട് പോലെ വന്നിട്ട് ഇപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശു കർത്തവനാണ്, യേശു ക്രിസ്തു കാലിഫോർണിയക്കാരനാണ്, അയർലൻഡുകാരനാണെന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും ആഴത്തിൽ വായിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക്, ഒരു കളക്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഖുറാൻ ഇല്ലെങ്കിൽ ഇപ്രകാരമുള്ള പുസ്തകങ്ങൾ, മറ്റ് ഹിന്ദുക്കളുടേതാകുന്ന പുസ്തകങ്ങൾ, അങ്ങനെ അനേക പുസ്തകങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവുണ്ടായിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരൊരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ സർവീസ് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെയുള്ളൊരു ജ്ഞാനമുള്ളയാൾ ഈ എല്ലാ ആധികാരിക ഗ്രന്ഥങ്ങളും റിലീജിയസ് ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് വായിച്ചതിന് ശേഷം ബൈബിൾ ആഴത്തിൽ വായിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സകല ചരിത്രങ്ങളും അതിൻ്റെ കിടപ്പുണ്ട്. യേശു എവിടെയാണ് ജനിച്ചത്, യേശുക്രിസ്തു എവിടെയാണ് വളർന്നത്, യേശുക്രിസ്തു എവിടെയാണ് പ്രവർത്തിച്ചത്, യേശുക്രിസ്തു ആരുടെ കൂടെയൊക്കെയാണ് താമസിച്ചത്, നടന്നത്, ആരോടൊക്കെയാണ് ഇടപെട്ടത്, ഏതെല്ലാം നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് ശുശ്രൂഷകൾ ഇല്ലെങ്കിൽ തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്, എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ എന്താണ് ഒക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ കഴിയും. എന്നാലും അങ്ങനെ ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റുകൾ യേശുക്രിസ്തുവിൻ്റെ ബർത്തിനെ പറ്റിയോ ഡെത്തിനെ പറ്റിയോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15-നാണെന്നുള്ളൊരു ആപ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ജനിച്ചു, വളർന്നു, മിനിസ്ട്രിയിലായിരുന്നു, പിന്നീട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള രേഖകളെല്ലാം ബൈബിളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള രേഖകൾ ബൈബിളിൽ കിടക്കുമ്പോൾ മേഡം അത് വായിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ പറ്റി അങ്ങനെ പറയുമ്പോൾ അത് വായിച്ച്, അപ്പോൾ അങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ ആധികാരികമാകുന്ന കാര്യങ്ങൾ വന്ന് പറഞ്ഞാലും എല്ലാവർക്കും അത് സ്വീകാര്യമായിരുന്നേനെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതിപ്പോൾ എന്താണ് നമ്മുടെ ഈ സിനിമയുടെ റിവ്യൂ പറയുന്ന പെരേര, ആറാട്ടണ്ണൻ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലെവലിലേക്ക് ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു തരം താഴ്ന്ന അവലോകനം പോലെ എന്ന് പറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ എത്രത്തോളം തൻ്റെ പൊസിഷനെ താഴേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ പറയരുതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ മേഡത്തെ ലോകം കാണുന്നില്ലെങ്കിൽ കേരളീയർ കാണുന്നത് വളരെ ഒരു ബഹുമാനിക്കപ്പെടേണ്ട ആധികാരികതയോട് സംസാരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥ എന്ന രീതിയിലാണ് മേഡത്തെ എല്ലാവരും കാണുന്നത്. അത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ബഹുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി വന്ന് ഇപ്രകാരം ഒരു കാര്യം പറയുമ്പോൾ ആധികാരികമാകുന്ന രേഖകൾ വെച്ചിട്ട് പറയുകയാണ്. കാരണം മേഡത്തിൻ്റെ പൊസിഷൻ അതാണ്. ചുമ്മാ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല മേഡം.
അപ്പം അങ്ങനെ വരുമ്പോൾ ആധികാരികമായി സംസാരിക്കേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ ഈ ആറാട്ടണ്ണന് പെരേര എന്നൊക്കെ പറയുന്ന അവർ വന്നിട്ട് ഈ സിനിമയുടെ റിവ്യൂ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ആ ലോ ലെവലിലേക്ക് താഴ്ന്നു പോയി എന്നുള്ളതാണ് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇപ്രകാരം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സെക്കുലറായിട്ട് പറയുന്ന പോലെയുള്ള ഒരു കാര്യമല്ല ഇത്. പക്ഷെ റിലീജിയസ് ആയിട്ട് പറയുമ്പോൾ ഒത്തിരി പേരെ ഹർട്ട് ചെയ്യും. ആ ഹർട്ട് ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നേച്ചർ ഒരു മാതാവിൻ്റെ നേച്ചർ ഉണ്ടായിരുന്നത് കൊണ്ട്, യേശുക്രിസ്തു സ്ത്രീ ആയിരുന്നു എന്നല്ല, യേശുവിനൊരു അമ്മയുടെ മനോഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ പോഷിപ്പിച്ചു, പ്രഭാതത്തിൽ എഴുന്നേറ്റു, വീണ്ടും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ആ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വുമൺ, അങ്ങനെ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. യേശു വുമൺ ആണെന്ന് പറയരുത്. യേശുവിന് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്, ഒരു മാതാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. യേശു കറുത്തവനായിരുന്നു, അതുകൊണ്ട് സുവിശേഷം പറഞ്ഞു. അപ്പോൾ അത് കറുത്തവൻ്റേതാണ് സുവിശേഷം എന്നുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. അങ്ങനെയല്ല അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതും പറയേണ്ടതും അങ്ങനെയല്ല. ഒരു റിലീജിയസിനെ ഹർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോവേഴ്സിനെ ഹർട്ട് ചെയ്യാതെ പറയുമ്പോഴാണ് മേഡത്തിന് എന്തുണ്ടാകുന്നത്, ആ ഒരു പൊസിഷൻ നിലനിർത്തുവാനും ആളുകളുടെ മുമ്പിൽ മതിപ്പുണ്ടാകുന്നതും അപ്പോൾ മാത്രമാണ്. അല്ലാതെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, താങ്കളെപ്പോലുള്ള ഒരാൾ പറയുമ്പോൾ ജനങ്ങളത് വാച്ച് ചെയ്യുന്നത് ആ ആധികാരികതയിൽ നിന്നാണ് അവർ നോക്കുന്നത്. എത്രത്തോളം ഇതിന് എന്താണ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ ഇതൊരു ലോ ലെവലായിപ്പോയി എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് അപ്രകാരം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളെപ്പോലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതൊരു റിലീജിയസിനെ, ഫോളോവേഴ്സിനെ ഹർട്ട് ചെയ്യാതിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ബൈബിൾ ആധികാരികമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ഫീലിങ്സ് ആയിട്ട് തോന്നത്തില്ല. യേശു വുമണാണെന്ന് പറഞ്ഞാൽ യേശു കറുത്തവനാണ്, ചെരുപ്പിടാതെ നടക്കുന്നു, അതുപോലെ സുവിശേഷം പറഞ്ഞു, അവനൊരു നല്ല വിചാരണ കിട്ടിയില്ല, അതുകൊണ്ട് കറുത്തവനാണ്, ഇതിനെ കുറിച്ച് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒരു ഓപ്പണായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഡാവിഞ്ചി കോഡ് പോലുള്ള ഫിലിം കണ്ടിട്ട് എനിക്ക് അതിനകത്തൊരു ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും യേശുവിനെ തെറി പറഞ്ഞാൽ, ബൈബിള് കത്തിച്ചാൽ, യേശുവിൻ്റെ അനുയായികളെ തല്ലുമ്പോൾ, അവരെ മോശക്കാരെന്ന്, കള്ളന്മാരെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ഫീൽ തോന്നില്ല. കാരണം ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. യേശു അത് പറഞ്ഞിട്ടുള്ളതും ആധികാരികമായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ഫീൽ ചെയ്യാറില്ല. പക്ഷേ അനേകർക്കത് ഫീൽ ചെയ്യുന്നവരുണ്ട്. കാരണം അവരത്രത്തോളം എന്താണ് അതിനെ വൈഡായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത്. അപ്പം മേഡം താങ്കളെപ്പോലുള്ള ഒരു പ്രകാരമുള്ള കാര്യം പറയുമ്പോൾ വളരെയധികം ചിന്തിച്ച് ഒരു സമൂഹത്തിൽ അത് എന്താണ് അക്സെപ്റ്റബിൾ ആകത്തക്ക രീതിയിൽ അത് പറയണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്.